നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓ, ചിലപ്പോ രാത്രി മുഴുവൻ ഉറക്കം ഒളച്ചിരുന്ന് പഠിച്ചതുകൊണ്ട് ഉറക്കം തീർന്നു കാണില്ല, അല്ലേ യാമിനി? അതെ. പ്രതാപ, ഇത്തവണ എന്തായാലും നിന്റെ മോള് ജയിക്കും. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ മകള് പരീക്ഷയ്ക്ക് തോക്കൂന്നുള്ള പേടി ഇപ്രാവശ്യം നിനക്ക് വേണ്ട. കണ്ടില്ലേ, ഇതുവരെ എണീറ്റിട്ട് പോലുമില്ല. ഏതു നേരവും പഠിത്തമാ പഠിത്തം. മതി അവളുടെ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞത്. +2 വാങ്ങിയ മാർക്ക് എത്രയാണെന്നറിയാലോ. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൾക്ക് ഒരു A+ പോലും ഇല്ലാത്ത നിറം മങ്ങിയ വിജയം എന്നുവരെ ഇവിടുത്തെ ചില പത്രങ്ങൾ എഴുതിയില്ലേ? നാണം കെട്ടതാരാ? ഞാനല്ലേ. സ്വന്തം മകളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാ ചേച്ചി ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നത്? സഹപ്രവർത്തകരുടെ മുമ്പിൽ എനിക്ക് തലകുനിക്കേണ്ടി വന്നിട്ടുള്ളത് അവളെ പറ്റി പറയുമ്പോൾ മാത്രം. ഇത്തവണ നല്ല മാർക്ക് വാങ്ങി പാസ്സായില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദേഷ്യപ്പെടല്ലേ പ്രതാപ, ശ്രമിക്കാഞ്ഞിട്ടായിരിക്കില്ല, പറ്റുന്നുണ്ടാവില്ല. എന്തായാലും ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ഇതാരാ ഇങ്ങനെ ചെയ്തേ? ഒരു തുണി എടുത്തേ. എന്റെ അച്ഛൻ എന്നോട് മിണ്ടാറില്ല, എന്നെ ഇഷ്ടമല്ല, എന്നോട് വലിയ ദേഷ്യ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്റെ അച്ഛനെ തന്നെയാ. അതുകൊണ്ട് എന്റെ അച്ഛന്റെ ചിത്രത്തിൽ ഒരഴുക്ക് പറ്റിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നേരെ ഒരുപാടായി. എല്ലാരും ഇപ്പൊ മാഡത്തിനെ തിരക്കുന്നുണ്ടാവും. വേഗം അകത്തേക്ക് പോകാൻ നോക്ക. ആ, അത് ശരിയാ. എന്നെ കണ്ടില്ലെങ്കിൽ പ്രശ്നവും. ഇത് താൻ വൃത്തിയാക്കിയാ മതി. ആ, ഞാൻ ചെയ്തോളാം. ഋതു, മോളെ ഋതു. ഇവളിതെവിടെ പോയി? നീ ഇതിനകത്തുണ്ടായിരുന്നോ? എന്നിട്ടെന്താ ഞാൻ വിളിച്ചപ്പോ വിളി കേൾക്കാത്തത്? ഞാൻ കുളിക്കായിരുന്നു. അല്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. ആ, അപ്പൊ ഇത്തവണ ജയിക്കോ? ജയിക്കാനാണല്ലോ പരീക്ഷ എഴുതുന്ന. എന്ന് നിന്റെ ഈ തർക്കുത്തരം നിർത്തുന്നോ അന്നേ നീ നന്നാവൂ. സന്തോഷം ഉപദേശത്തിന്. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ല. അല്ല, നീ കുളിക്കുമായിരുന്നല്ലേ പറഞ്ഞത്? നിന്റെ നെറ്റിൽ ചന്ദനം ഉണ്ടല്ലോ, അതെവിടുന്ന് വന്നു? അതോ, അത് ഞാൻ ഇപ്പൊ തൊട്ടതാ. കഴിഞ്ഞ തവണ അമ്പലത്തിൽ പോയപ്പോ പ്രത്യേകം പൂജിച്ച് മേടിച്ചതാ. പരീക്ഷ ദിവസമല്ലേ, ദൈവാനുഗ്രഹം ഉണ്ടാവുന്നതേ നല്ലതല്ലേ? മൊത്തത്തിലൊരു കള്ളലക്ഷണം ഉണ്ട്. ആയിക്കോ, ഞാനായിട്ട് ശല്യം ചെയ്യുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.